ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയതിനു ശേഷം രണ്ടാമത്തെ ഡെലിവറി നോർമലായിട്ട് സുഖപ്രസവമാക്കുന്നതിനാണ് നമ്മൾ VBAC എന്ന് പറയുന്നത്. VBACന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ എന്നാണ്. മുന്നത്തെ ഒരു ഡെലിവറി സിസേറിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് VBAC ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം ഡെലിവറീസ് സിസേറിയൻ അണ്ടർഗോ ചെയ്തിട്ടുള്ളവർക്ക് VBACൽ റിസ്ക് കൂടുന്നതുകൊണ്ട് നമ്മൾ പൊതുവേ VBAC ട്രൈ ചെയ്യാൻ നിൽക്കാറില്ല. ഫാസ്റ്റർ റിക്കവറി ആയിരിക്കും. ഒരു വലിയൊരു മേജർ സർജറി, വയറിൻ്റെ അത്രയും ലെയേഴ്സ് കട്ട് ചെയ്തിട്ട് പോകുന്നൊരു സർജറി അണ്ടർഗോ ചെയ്യേണ്ടി വരില്ല. ഇൻഫെക്ഷൻ്റെ ചാൻസസ് കുറവാണ്, ബ്ലഡ് ലോസിൻ്റെ ചാൻസസ് കുറവാണ്. ഇങ്ങനെയെല്ലാം ഒരു സുഖപ്രസവത്തിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് തന്നെ നമുക്ക് VBACന് ഉണ്ടാവുന്നതാണ്. VBACന് അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു റിസ്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യൂട്രസിന്റെ മുന്നത്തെ സിസേറിയൻ നടന്ന ഭാഗത്ത് ഉണ്ടാകുന്ന സ്കാർ, അതിന്റെ കട്ടി കുറഞ്ഞ് അത് പൊട്ടാനുള്ള സാധ്യതകൾ വരെയുണ്ട്. അത് സ്കാർ റപ്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള റിസ്ക് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഏറ്റവും കൂടുതലും VBAC സക്സസ്ഫുൾ ആവുന്നത് ശരീരം തന്നെത്താനെ ലേബർ പ്രോസസ്സിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് VBAC സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പൊ മുന്നേ സിസേറിയൻ ചെയ്തിട്ടുള്ളത് കുഞ്ഞ് വയറ്റിൽ മഷിയിട്ടതുകൊണ്ടോ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടോ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സിസേറിയൻ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം VBAC സക്സസ് ആവാൻ സാധ്യതയുണ്ട്. യൂട്രസ് വികസിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇറങ്ങി വരാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടോ സിസേറിയനിലേക്ക് പോയവർക്ക് സെക്കൻഡ് ടൈമും അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നത്തെ സിസേറിയൻ കഴിഞ്ഞ സ്കാറിന്റെ ആ ഭാഗത്തോ അതിന്റെ കുറച്ച് മേലെയായിട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ, അല്ലെങ്കിൽ അവിടെ തൊടുമ്പുള്ള പെയിൻ, ഇതൊക്കെയാണ് നമ്മൾ സ്കാർ റപ്ചർ ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്കാർ തിന്നാവുന്ന സമയത്ത് ഉണ്ടാവുന്ന സിംറ്റംസ്. ഇതൊക്കെ തന്നെയാണ്. വാക്കിംഗ് ചെയ്യുക, എക്സസൈസസ് ചെയ്യുക, ബോഡീനെ തന്നെത്താനെ ലേബറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രൊവോക്ക് ചെയ്യുക. എത്രയും തന്നെത്താനെ സ്പോണ്ടേനിയസ് ആയിട്ട് ബോഡി ലേബറിലേക്ക് പോകുന്നു അത്രയും നമുക്ക് VBAC ചാൻസസ് കൂടുതലായിരിക്കും.